ഇറിഡിയം തട്ടിപ്പിൽ പോലീസിൽ കൂടുതൽ പരാതിക്കാർ രംഗത്ത്. ഇറിഡിയം ബിസിനസിൽ 1 കോടി വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പൂമംഗലം സ്വദേശി പരാതി നൽകി. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ മുങ്ങിമരിച്ച കുട്ടികളുടെ കുടുംബത്തിന് ധനസഹായം നൽകും. 2 ലക്ഷം രൂപ വീതം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പുതുക്കാട് മണ്ഡലത്തിലെ വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനായി വനംവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. 3 കോടി രൂപ പ്രപ്പോസൽ അടിയന്തരമായി സമർപ്പിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് മന്ത്രിയുടെ നിർദ്ദേശം. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി അൽസാറ നിവാസിൽ ഡോക്ടർ പീറ്ററാണ് മരിച്ചത്. കുണ്ടന്നൂർ പള്ളിക്ക് സമീപം ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. ഗുരുവായൂരപ്പന് ഇന്ന് രുദ്രതീർത്ഥക്കരയിൽ ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. ബഹിരാകാശ യാത്രികരായ ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കമുള്ള 4 അംഗ സംഘം ഭൂമിയിൽ തിരിച്ചെത്തി. 9 മാസത്തിന് ശേഷമാണ് സുനിതയും ബുച്ചും ഭൂമിയിൽ എത്തുന്നത്. വാർത്തകൾ വിശദമായി. ഇറിഡിയം തട്ടിപ്പിൽ പോലീസിൽ കൂടുതൽ പരാതികളെത്തി. ഇറിഡിയം ബിസിനസിൽ 1 കോടി വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. പൂമംഗലം കൽപ്പറമ്പ് സ്വദേശി ജാസ്മിനാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇറിഡിയം ലോഹ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിക്ഷേപം നടത്തിയാൽ വൻ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞാണ് നിക്ഷേപ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഇന്നലെ തട്ടിപ്പിന് നേതൃത്വം നൽകിയ കയ്പമംഗലം സ്വദേശി ഹരിസ്വാമിക്കും 2 സ്ത്രീകൾക്കുമെതിരെയും ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരുന്നു. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ മുങ്ങിമരിച്ച കുട്ടികളുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം നൽകും. സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് ധനസഹായം നൽകാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. കഴിഞ്ഞ ജനുവരി 12-നായിരുന്നു അപകടം നടന്നത്. പട്ടിക്കാട് ചാണോത്ത് സ്വദേശിനികളായ അലീന, ഐറിൻ, ആൻഗ്രേസ് എന്നിവരാണ് മുങ്ങിമരിച്ചത്. അപകടത്തെ തുടർന്ന് ചികിത്സ കഴിഞ്ഞ് മടങ്ങിയ നിമയ്ക്ക് 1 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനായി വനംവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. വരന്തരപ്പള്ളി, മറ്റത്തൂർ, തൃക്കൂർ പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ വന്യജീവി ആക്രമണം പതിവായ സാഹചര്യത്തിൽ നിരന്തരമായ ഇടപെട്ടതിനെ തുടർന്നാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ യോഗം വിളിച്ചു ചേർത്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുള്ള ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര, പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിനു കീഴിലുള്ള ജനവാസ മേഖലകളിൽ വന്യജീവി സാന്നിധ്യം ഒഴിവാക്കുന്നതിനായി വിവിധ നടപടികൾ സ്വീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. നബാർഡ് ധനസഹായത്തോടെ നടപ്പാക്കുന്നതിനായി 3 കോടി രൂപയുടെ പ്രപ്പോസൽ അടിയന്തരമായി സമർപ്പിക്കുന്നതിന് മന്ത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ഈ മാസം 27-ന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രത്യേക യോഗം ചേരാനും മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ധാരണയായി. വ്യാജ വാർത്തകൾ വ്യാപകമായതോടെ പുലിഭീതി 10 മടങ്ങ് വർദ്ധിച്ച് കൊരട്ടി ചിറങ്ങര പ്രദേശവാസികൾ. ചൊവ്വാഴ്ച രാത്രിയും പുലിയെ കണ്ടെന്ന പ്രചാരണമുണ്ടായി. വഴിച്ചാൽപ്പാടത്തെ തോട്ടിൽ മത്സ്യം പിടിക്കാൻ പോയ ഒരാളാണ് പുലിയെ കണ്ട് ഭയന്നോടിയത്. തുടർന്ന് നാട്ടുകാർ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. വഴിച്ചാൽ കവലയിൽ 2 ദിവസം മുൻപ് രാത്രി വീട്ടിലെ CCTV ക്യാമറയിലും പുലിയെ കണ്ടെന്ന വാർത്ത പ്രചരിച്ചിരുന്നു. പിന്നീട് പരിശോധിച്ചപ്പോൾ നായകളുടെ കടിപിടിയാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. വന്യമൃഗങ്ങളുടെ പേരിൽ വ്യാജ പ്രചരണം ഉണ്ടാക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വാഴച്ചാൽ DFO കൊരട്ടി പോലീസിനോട് ആവശ്യപ്പെട്ടു. അതേസമയം ഇന്ന് വൈകിട്ട് മംഗലശ്ശേരി, വഴിച്ചാൽ പ്രദേശങ്ങളിൽ വനംവകുപ്പ് ഡ്രോൺ പരിശോധന നടത്തും. പുലിയെ പിടിക്കുന്നതിന് കൂട് സ്ഥാപിക്കുന്ന നടപടിയും പുരോഗമിക്കുകയാണ്. കൊരട്ടി പഞ്ചായത്തിലെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കിക്കൊണ്ട് DFO ചീഫ് ഫോറസ്റ്റ് ലൈഫ് വാർഡന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് കൂട് സ്ഥാപിക്കും. നിലവിൽ മലയാറ്റൂർ ഡിവിഷനിൽ മാത്രമാണ് പ്രവർത്തന സജ്ജമായ കെണിക്കൂട് ഉള്ളത്. ഷെഡ്യൂൾ 1-ൽപ്പെട്ട വന്യമൃഗമാണ് പുലി. ഇതിനെ പിടികൂടണമെങ്കിൽ ഔദ്യോഗികമായി നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. നമ്മുടെ മൃഗാശുപത്രിയുടെ പുറകിലായിട്ട് ജോയി എന്ന് പറയുന്ന കക്ഷി
പാടത്ത് മീൻ പിടിക്കാൻ പോയ സമയത്ത് കണ്ടു എന്ന് പറഞ്ഞത്. ഞങ്ങൾ ഉടനെ ഇവിടെ പറയും. അതോടൊപ്പം തന്നെ RRT ടീമിനെ അറിയിക്കും. ഞങ്ങൾ വരുമ്പോൾ സ്പോട്ടിൽ RRT ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ മാധ്യമപ്രവർത്തകരുണ്ടായി, ഇവിടെ പ്രദേശത്തുള്ളവരുണ്ടായി. എല്ലാവരും കൂടി തൊട്ടപ്പുറത്ത് മതിലിൻ്റെ മുകളിൽ നിന്ന് നിരീക്ഷിച്ചു. ഒറ്റക്കടി ചോദിക്കും വലിയ കാടാണ്, ഇവിടെ പോയി നോക്കാൻ രാത്രി പ്രയാസം എന്നുള്ള രീതിയിൽ കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും കൂടി തിരിച്ചു പോയി. ഇത് രാവിലെ തന്നെ വീണ്ടും പറഞ്ഞ സ്പോട്ടിലേക്ക് ഫോറസ്റ്റ് RRT ടീം അടക്കം ഞങ്ങൾ രാവിലെ എത്തി. ഈ പ്രദേശത്തൊക്കെ നിരീക്ഷിച്ചു. ഈ പറയുന്ന ആളെ വിളിച്ചു വരുത്തി കണ്ടു എന്ന് പറയുന്ന പ്രദേശത്തും ആ സ്ഥലത്തും പരിശോധന നടത്തി. പക്ഷെ ഒരു സാന്നിധ്യം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കാൽപ്പാടുകളൊന്നുമില്ല, പ്രദേശത്തൊന്നുമില്ല. ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് ഫേക്ക് ന്യൂസ് ആണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ വേറെ ഏതെങ്കിലും ജീവനെ കണ്ടോളൊന്നും പറയാൻ കഴിയില്ല. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി അൽസാറ നിവാസിൽ ഡോക്ടർ പീറ്ററാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5:30 ദേശീയപാത പൂവത്തുംകടവ് സർവീസ് സഹകരണ ബാങ്കിന് സമീപമായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ മുന്നിൽ പോയിക്കൊണ്ടിരുന്ന ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പീറ്ററിനെ ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടർ പീറ്ററാണ് കാർ ഓടിച്ചിരുന്നത്. കൂടെയുണ്ടായിരുന്ന ഭാര്യ ഡോക്ടർ സൂസൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുണ്ടന്നൂർ പള്ളിക്ക് സമീപം ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രികരായ ചിറ്റാട്ടുകര 4 പുരയ്ക്കൽ വീട്ടിൽ സന്ദീപ്, അതിഥി തൊഴിലാളിക്കുമാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ കുണ്ടന്നൂർ പള്ളിക്ക് സമീപം ഇന്ന് രാവിലെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ നാട്ടുകാരും വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ മമ്മിയൂരിൽ ടോറസും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ മലപ്പുറം സ്വദേശി തെക്കോട്ട് മച്ചിങ്ങൽ സുരേഷിന്റെ മക്കളായ വിജയ് കൃഷ്ണൻ, അജയ് കൃഷ്ണൻ, ഗുരുവായൂർ കുന്നുംപറമ്പിൽ അഭിശാന്ത്, പുന്നയൂർക്കുളം സ്വദേശി അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. മമ്മിയൂർ അത്താണി സെന്ററിലായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് കാർ തിരിഞ്ഞ ഉടനെ എതിരെ വന്ന ടോറസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ഫയർഫോഴ്സ് എത്തിയാണ് കാറിൽ ഉണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയത്. കാറിൽ നിന്ന് റോഡിൽ ചോർന്ന ഓയിൽ ഫയർഫോഴ്സ് എത്തി കഴുകി വൃത്തിയാക്കി. പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് ആറാട്ടോടെ കൊടിയിറങ്ങും. വൈകിട്ട് 4:30 ആറാട്ട് ചടങ്ങുകൾ തുടങ്ങും. നട തുറന്ന ശേഷം മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം മുഴുവൻ ആവാഹിച്ചെടുത്ത് പഞ്ചലോഹ വിഗ്രഹം പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വയ്ക്കും. ആറാട്ട് ദിവസം മാത്രമാണ് പഞ്ചലോഹ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുക. കൊടിമരത്തറയ്ക്കൽ എഴുന്നള്ളിച്ചു വെച്ച ശേഷം അവിടെ തന്നെയാണ് ദീപാരാധനയും. പിന്നീട് ആറാട്ടിനും ഗ്രാമപ്രദക്ഷിണത്തിനുമായി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. പഞ്ചവാദ്യത്തിന്റെ നാദത്തിമിർപ്പിൽ എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പനെ ശർക്കര, പഴം, അവിൽ, മലർ എന്നിവയാൽ നിറപറയും നിലവിളക്കും ഒരുക്കി ഭക്തർ വരവേൽക്കും. രുദ്രതീർത്ഥക്കുളത്തിന് വടക്ക് ഭാഗത്ത് എഴുന്നള്ളിപ്പ് എത്തുന്നതോടെ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും. പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതി ക്ഷേത്രത്തിലൂടെ എഴുന്നള്ളിപ്പ് ആറാട്ട് കടവിലെത്തും. തുടർന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഗംഗ, യമുന തുടങ്ങിയ പുണ്യതീർത്ഥങ്ങളടക്കമുള്ള എല്ലാ തീർത്ഥങ്ങളെയും രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങാണ്. തന്ത്രിയും ഓദിക്കന്മാരും കൂടി പുണ്യാഹത്തിനു ശേഷം ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിൽ ആദ്യം മഞ്ഞൾപ്പൊടിയിൽ അഭിഷേകം ചെയ്ത ശേഷം വലിയ കുട്ടകത്തിൽ തയ്യാറാക്കിയ ഇളനീർ കൊണ്ട് തുടരഭിഷേകം നടത്തും. അതിനുശേഷം തന്ത്രി, മേൽശാന്തി, ഓദിക്കന്മാർ എന്നിവരൊരുമിച്ച് ഭഗവാനോടൊപ്പം രുദ്രതീർത്ഥത്തിലിറങ്ങി സ്നാനം ചെയ്യും. ഇതോടെ ഭക്തരും രുദ്രതീർത്ഥത്തിൽ ഇറങ്ങി ആറാട്ട് കുളിക്കും. അതിനുശേഷം ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് 11 ഓട്ടപ്രദക്ഷിണം നടത്തും. ആറാട്ട് കഴിഞ്ഞ് ആനപ്പുറത്ത് ക്ഷേത്രത്തിലെത്തുന്ന ഗുരുവായൂരപ്പനെ ക്ഷേത്രം ഊരാളൻ നിറപറ വെച്ച് എതിരേൽക്കും. പിന്നീട് തന്ത്രി സ്വർണധ്വജത്തിലെ സപ്തവർണ്ണക്കൊടി ഇറക്കുന്നതോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. ആറാട്ട് ദിവസം ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ നടക്കുന്നത് ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ സമീപത്ത്. വർഷത്തിൽ ഈ ഒരു ദിവസം മാത്രമാണ് ഗുരുവായൂരപ്പന് ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ സമീപം ഉച്ചപൂജ നടക്കുന്നത്. ഉച്ചപൂജ രാത്രി നടക്കുന്നതും ഇന്നത്തെ പ്രത്യേകതയാണ്. ആറാട്ട് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ ഭഗവതി അമ്പലത്തിലേക്കാണ് എഴുന്നള്ളിക്കുന്നത്.
വർഷത്തിൽ ഒരു ദിവസം അവിടെ വന്ന് കണ്ടുകൊള്ളാമെന്ന് ഗുരുവായൂരപ്പൻ ഇടത്തരികത്തുകാവ് ഭഗവതിയോട് അരുളി ചെയ്തതായാണ് ഐതിഹ്യം. ദേവഗുരുവും വായുദേവനും ചേർന്ന് ഗുരുവായൂരപ്പ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനായി വന്നപ്പോൾ സ്ഥലം നിർണയിക്കുന്നത് ദേവിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആറാട്ട് സദ്യയോടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദഊട്ട് സമാപിച്ചു. 1/4 ലക്ഷത്തോളം ഭക്തർ പങ്കെടുത്തു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്നിരുന്ന പൊതുപകർച്ച ഉത്സവ ബലി ദിവസമായ തിങ്കളാഴ്ച സമാപിച്ചിരുന്നു. കഴിഞ്ഞ 9 ദിവസങ്ങളിലായി 3 ലക്ഷത്തോളം പേരാണ് പ്രസാദഊട്ടിൽ പങ്കെടുത്തത്. പകർച്ചയിൽ 5 ലക്ഷത്തിലധികം പേരും പങ്കുകൊണ്ടു. ഉത്സവ എസ്റ്റിമേറ്റിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തുന്നത് ഉത്സവ പകർച്ചയ്ക്കും പ്രസാദഊട്ടിനുമാണ്. 3,34,73,000 രൂപയാണ് ദേവസ്വം ഇതിനായി ചെലവിട്ടത്. ഗുരുവായൂരപ്പന് ആറാട്ടിന് അഭിഷേകം ചെയ്യാനുള്ള ഇളനീരുമായി പതിവ് തെറ്റിക്കാതെ കിട്ടയുടെ പിന്മുറക്കാരെത്തി. കിട്ടയുടെ കുടുംബാംഗങ്ങളായ 20-ലേറെ പേരാണ് അഭിഷേകത്തിനുള്ള ഇളനീരുമായി എത്തിയത്. കിഴക്കേ നടപ്പുരയിലെ ഗേറ്റിന് മുൻപിലെത്തിയ ഇരിങ്ങപ്പുറം തമ്പുരാൻ പടിക്കൽ കിട്ടയുടെ കുടുംബാംഗങ്ങളെ ദേവസ്വം അധികൃതർ നിറപറയും നിലവിളക്കും ഒരുക്കി സ്വീകരിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ചു. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ മാലയിട്ട് സ്വീകരിച്ച ശേഷം നാമജപ ഘോഷയാത്രയായി നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രത്തിനകത്ത് ഇളനീരുകൾ സമർപ്പിച്ചതോടെ ആചാരം പൂർത്തിയായി. ബഹിരാകാശ യാത്രികരായ ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കമുള്ള 4-അംഗ സംഘം ഭൂമിയിൽ തിരിച്ചെത്തി. 9 മാസത്തിന് ശേഷമാണ് സുനിതയും ബുച്ചും ഭൂമിയിൽ എത്തുന്നത്. സ്പേസ് എക്സിന്റെ ക്രൂ 9 ഡ്രാഗൺ പേടകത്തിലാണ് സംഘം എത്തിയത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച പേടകം മെക്സിക്കൻ സമുദ്രത്തിലാണ് പതിച്ചത്. കടലിൽ പതിച്ച പേടകത്തെ സ്പേസ് എക്സിന്റെ MV മേഘൻ എന്ന റിക്കവറി കപ്പൽ പേടകം വീണ്ടെടുത്ത് യാത്രികരെ കരയിലേക്ക് എത്തിച്ചു. 8 ദിവസത്തെ പര്യവേഷണത്തിനായി പോയ സംഘമാണ് നീണ്ട 287 ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് എത്തിയത്. സുനിത വില്യംസ്, ബുച്ച് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനോവ് എന്നീ ബഹിരാകാശ സഞ്ചാരികളാണ് ഭൂമിയിലെത്തിയത്. ഏറ്റവും അധികം സമയം ബഹിരാകാശ നടത്തത്തിൽ ഏർപ്പെട്ട വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസ് സ്വന്തമാക്കിയിരുന്നു. 8 ദിവസത്തെ ദൗത്യത്തിനായി ബോയിംഗ് സ്റ്റാർ ലൈനറിൽ കഴിഞ്ഞ ജൂൺ 8-നാണ് ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. 3 തവണയായി ആകെ 608 ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്. ബുച്ച് വിൽമോർ ഇതുവരെയായി 464 ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ചു. വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിനെതിരെയുള്ള സമരം ശക്തമാക്കാൻ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി നാളെ വൈകിട്ട് 3-ന് വിശദീകരണ പൊതുയോഗം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്തിലെ 12 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്താണ് അർബൻ വിങ്സ് ചിക്കൻ റെന്റിംഗ് പ്ലാന്റ് എന്ന പേരിൽ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജനവാസ കേന്ദ്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന പ്ലാന്റിന് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തന ലൈസൻസ് അനുവദിച്ചിട്ടുള്ളതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. സെക്രട്ടറിയുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഭരണസമിതി പ്ലാന്റിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകി അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. രാഷ്ട്രീയ പ്രേരിതമായാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെയും CPM നേതാക്കളുടെയും ആരോപണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ രക്ഷാധികാരി CU അബൂബക്കർ, ചെയർമാൻ KM ഫലലുള്ള, കൺവീനർ സുഭാഷ് പാറപ്പുറം, എക്സിക്യൂട്ടീവ് അംഗം മുസ്തഫ കുറ്റിയിൽ എന്നിവർ പങ്കെടുത്തു. ഈ കമ്പനിയുടെ ആളുകൾ തന്നെ ഈ സമരം നടത്തുന്ന ആ കമ്മിറ്റിയുടെ പേരിൽ നോട്ടീസ് അയക്കുകയും ഹൈക്കോടതിയിൽ കക്ഷി ചേരുകയും ചെയ്യുകയുണ്ടായി. ആ എല്ലുകൾ അല്ലെങ്കിൽ കോഴി മാലിന്യങ്ങൾ അത് ഉരുക്കാൻ വേണ്ടി അതിൽ ഉപയോഗിക്കുന്ന കെമിക്കലുണ്ട്. ആ കെമിക്കലിൻ്റെ വെള്ളം മണ്ണിലേക്ക് വന്നാൽ കിണറുകൾ മലിനമാകും. കിണറ്റിലെ കുടിവെള്ളം മുഴുവൻ മലിനമാകുകയും രോഗാണുക്കൾ മണ്ണിലൂടെ സമൂഹത്തിലേക്ക് പടരുന്നൊരു സ്ഥിതി ഉണ്ടാകും. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗമായി പെരുമ്പാവൂർ പുല്ലുവഴി കാപ്പിള്ളിൽ പുത്തൻവീട്ടിൽ KP അജയനെ നിയമിച്ചു. CPI രായമംഗലം ലോക്കൽ സെക്രട്ടറിയും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് എറണാകുളം ജില്ലാ സെക്രട്ടറിയും PKV സാംസ്കാരിക വേദി സെക്രട്ടറിയുമാണ്.
ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തിക്കായി എത്തിയ ബാലുവിന്റെ അപേക്ഷയിൽ വിശദീകരണം ആവശ്യപ്പെട്ട് മാനേജിംഗ് കമ്മിറ്റി. പ്രത്യേക സാഹചര്യത്തിൽ കഴക പ്രവൃത്തിയിൽ നിന്ന് തന്നെ മാറ്റി ഓഫീസ് ജോലി നൽകണമെന്നാണ് ബാലു മാനേജിംഗ് കമ്മിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ അപേക്ഷ നൽകാനുള്ള പ്രത്യേക സാഹചര്യം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ബാലുവിന് നോട്ടീസ് നൽകാൻ മാനേജിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. തൃശൂർ മുളങ്കുന്നത്തുകാവ് ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിന്റെ ഭാഗമായി ശീവേലിക്ക് എത്തിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് പഴയന്നൂർ ശ്രീരാമൻ എന്ന ആനയാണ് ഇടഞ്ഞത്. പാപ്പാന്മാർ ചേർന്ന് ഉടൻ ആനയെ തളച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഇടഞ്ഞ ആനയെ പിന്നീട് ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. ആചാരത്തിന്റെ ഭാഗമായി ആന എഴുന്നള്ളിപ്പ് നടത്താമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പാപ്പാന്മാരുടെ പരിചയക്കുറവാണ് ആന വിരണ്ടോടാൻ കാരണം. പലയിടത്തും ആനകൾ പേടിച്ചോടുന്നതാണ്, വിരണ്ടോടുന്നതല്ല. പല പാപ്പാന്മാരും മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചുമാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പൂരപ്പറമ്പിലും മദ്യം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് ഊതിക്കണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. മദ്യപിച്ച് വരുന്ന പാപ്പാനെയും കൂടെയുള്ള ആനയെയും ക്ഷേത്രങ്ങളിൽ കയറ്റരുതെന്നും ഇതിനെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പാപ്പാന്മാർക്ക് മദ്യം വാങ്ങി നൽകുന്ന ആനപ്രേമികൾക്കെതിരെയും നടപടി വേണമെന്ന് ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. തീവണ്ടിയോട്ടം സ്മൂത്താകും. കടകട ശബ്ദമില്ല, ചാഞ്ചാട്ടമില്ല. പാളം രാഗിമിനുക്കി കേരളത്തിൽ ആദ്യം. രാഗിമിനുക്കിയ പാളത്തിലൂടെ വണ്ടിന്റെ മൂളലുമായി തീവണ്ടികൾ കുതിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി റെയിൽപാളം ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ഉരച്ചു മിനുക്കിയതിനു ശേഷമാണ് ഈ മാറ്റം. തീവണ്ടിയോട്ടത്തിൽ പാളത്തിന് തേയ്മാനം സംഭവിക്കും. പാളത്തിന്റെ യഥാർത്ഥ ഘടനയിൽ നിന്ന് അല്പം മാറും. ഇത് പൂർവ്വസ്ഥിതിയിലാക്കാനാണ് റെയിൽ ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. പാലക്കാട് ഡിവിഷനിൽ രാഗിമിനുക്കൽ പൂർത്തിയായി. തിരുവനന്തപുരം ഡിവിഷനിലാണ് ഇപ്പോൾ പ്രവൃത്തി. 165 മീറ്റർ നീളമുള്ള ഇലക്ട്രോണിക് സംവിധാനത്തോടുകൂടിയ മെഷീൻ വണ്ടിയാണിത്. പാളത്തിലൂടെ ഓടിച്ചാണ് പ്രവൃത്തി നടത്തുന്നത്. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചൂടിൽ തീ വരും. അത് കെടുത്താൻ വെള്ളം തളിക്കുന്നതും മെഷീനാണ്. 330 കോടിയാണ് മെഷീന്റെ ചെലവ്. അമേരിക്കയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത്. ഡൽഹിയിലെ ഒരു കമ്പനിയാണ് റെയിൽവേക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യുന്നത്. കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ജില്ലയിലെ പാളങ്ങളിൽ റെയിൽവേ പ്രവൃത്തികൾ നിർവഹിച്ചത്. TCV ന്യൂസ്, തൃശൂർ. സർക്കാരിന്റെ ഏറ്റവും നല്ല വില്ലേജ് ഓഫീസർക്കുള്ള സംസ്ഥാന റവന്യൂ പുരസ്കാരം ലഭിച്ച ഒല്ലൂർ വില്ലേജ് ഓഫീസർ PA അരുൺകുമാറിനെ സബർമതി ട്രസ്റ്റ് ആദരിച്ചു. സബർമതി ട്രസ്റ്റ് ചെയർമാൻ ജോസ് പറമ്പന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ഇൻകാസ് വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ ആദരിച്ചു. കോർപ്പറേറ്റീവ് ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു, ബാങ്ക് പ്രസിഡന്റ് ഷാജു ഫ്രാൻസിസ്, കൃഷി ഓഫീസർ രവീന്ദ്രൻ, ശശി പോട്ടയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി മെയിൻ റോഡ് പൊളിച്ച ഉദ്യോഗസ്ഥരുടെ നീക്കം പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രതിരോധ സമിതി തടഞ്ഞു. ഇരുവശങ്ങളിലെയും സർവീസ് റോഡുകൾ പൂർത്തീകരിച്ച ശേഷമേ പ്രധാന റോഡ് പൊളിക്കുകയുള്ളൂവെന്ന് ദേശീയപാത ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന ഉറപ്പ് ലംഘിച്ചതോടെയാണ് ജനകീയ സമിതി പ്രതിഷേധം കടുപ്പിച്ചത്. ഇതിനിടെ എറണാകുളം തൃശൂർ റൂട്ടിൽ 20 മീറ്റർ ദൂരത്തിൽ JCB ഉപയോഗിച്ച് ടാറിംഗ് പൊളിച്ചത് ഗതാഗത കുരുക്കിന് വഴിവെച്ചു. നടവഴി, കാന എന്നിവയടക്കം ഇരുഭാഗത്തും സർവീസ് റോഡുകൾ പൂർത്തീകരിച്ച ശേഷമേ അടിപ്പാത നിർമ്മാണത്തിനായി പ്രധാന റോഡ് പൊളിക്കുകയുള്ളൂവെന്ന് കമ്പനി അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ ഉറപ്പ് ലംഘിച്ച് കമ്പനി അധികൃതർ ചൊവ്വാഴ്ച രാത്രി റോഡ് പൊളിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും റോഡ് പൊളിക്കാനെത്തിയതോടെ ജനകീയ സമരസമിതി പ്രവർത്തകർ വ്യാപാരികളും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചത് സംഘർഷത്തിനിടയാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ, സമിതി കൺവീനർ PP ബാബു, ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റോഡ് പൊളിക്കുന്നത് തടഞ്ഞത്. ജില്ലാ കളക്ടർ തീരുമാനമെടുക്കും വരെ റോഡ് പൊളിക്കൽ നിർത്തിവെക്കാൻ കമ്പനി അധികൃതരോട് പോലീസ് ആവശ്യപ്പെട്ടതോടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. അപ്പം ഞങ്ങൾ നാളെ രാവിലെ ചീഫ് സെക്രട്ടറിയായിട്ട് സംസാരിക്കാൻ, അല്ലല്ല ഞാൻ പറഞ്ഞതല്ല,
അല്ല ഞാൻ പറഞ്ഞത് ഇത് എത്രയോ നാളായി ബാക്കി പണി തുടങ്ങിയിട്ട് എത്രയോ നാളായി പണി തുടങ്ങിയിട്ടുള്ള മനസ്സിലാക്കേണ്ടത് എന്ത് പഞ്ചായത്തിൽ ഒരാൾ കൈ കയറുന്നു ഒരു സാധനം നടക്കണമെന്ന് പറഞ്ഞു പഞ്ചായത്തിന് അനുകൂലം പഞ്ചായത്ത് ഒരു സ്ഥലം ഒരു ബിൽഡിംഗ് എടുക്കണമെന്ന് പറയാം. പോക്സോ കേസിൽ പ്രതിയായ CPM ലോക്കൽ സെക്രട്ടറി BS ശക്തിധരനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കൂരിക്കുഴി പഞ്ഞമ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. മാർച്ച് പോലീസ് തടഞ്ഞതോടെ നേതാക്കളും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി KF ഡൊമനിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. DCC സെക്രട്ടറി ആന്റോ പെരുമ്പള്ളി, DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ, നേതാക്കളായ സുനിൽ P മേനോൻ, CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. തൃശൂർ പടിഞ്ഞാറ് ചിറയും പരിസരവും ലഹരി മാഫിയയുടെ പിടിയിലാണെന്ന് പ്രദേശവാസികൾ. ചിറയിൽ മദ്യക്കുപ്പികളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നതിൽ നടപടി വേണമെന്നും തെക്കേമഠം റെസിഡൻസ് അസോസിയേഷനും ബ്രഹ്മസ്വം മഠവും തെക്കേമഠവും. ബ്രഹ്മസ്വം മഠം, നടുവിൽ മഠം, തെക്കേമഠം എന്നീ 3 മഠങ്ങളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പടിഞ്ഞാറ് ചിറയും പരിസരവും. എന്നാൽ ഈ കാണുന്നതാണ് ചിറയുടെ ഇപ്പോഴത്തെ അവസ്ഥ. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഇടമായി ചിറ മാറി. കൂടാതെ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ലഹരി മാഫിയ ഈ ചിറയുടെ പരിസരം കൈയടക്കിയതായും ലഹരി വിൽപ്പന ഇവിടെ നടക്കുന്നതായും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. നമ്മുടെ പടിഞ്ഞാറ് ചിറ റോഡിൽ 1ാമത് 2ാമത് ലഹരി മാഫിയാണ് ഇവിടെ ഫുള്ള്. ഞങ്ങൾക്ക് തന്നെ വരെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവിടെ ചുരുങ്ങിയത് ഒരു 60 വയസ്സിന് മീതിയുള്ളവരാണ് മിക്കവരും. എല്ലാവരും 2 നേരം അമ്പലങ്ങളിൽ പോകുന്നവരാണ്. ഇവിടെ വെളിച്ചമില്ല. അതേപോലെ ഞങ്ങൾക്ക് ഒരു 6 മണിക്ക് കഴിഞ്ഞ് ഈ വഴിക്ക് ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. അതുപോലെ MG റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് വണ്ടി വരാണെങ്കിൽ 2 ഭാഗത്ത് വണ്ടികളും നിറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഭാഗക്കാർക്ക് അങ്ങോട്ട് നടക്കാനോ ഇതിനൊന്നും അവിടെ സ്ഥലങ്ങളില്ല. 2 ഭാഗത്തും വർക്ക്ഷോപ്പും വണ്ടികളാണ് ഫുള്ള്. ഈ പടിഞ്ഞാറേ ചിറ പണ്ട് വൈലോപ്പള്ളി മാഷ് എഴുതിയ കവിത പോലെ ഇപ്പോൾ കണ്ടാൽ കുളിച്ചു കിടണം എന്ന് തോന്നും. അത്രയ്ക്ക് വൃത്തികേടായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കായിട്ടാണ് മാറിക്കണത്. ആ ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിൽ മുഴുവൻ തന്നെ ഇപ്പോൾ ഏത് നിമിഷവും വീഴാം എന്നുള്ള അവസ്ഥയിലാണ്. അകലെയുള്ള ആൾക്കാർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വേസ്റ്റ് മുഴുവൻ കൊണ്ടുവന്ന് വലിച്ചെറിയുന്നതായ സ്ഥലം ഈ പടിഞ്ഞാറേ ചിറയാണ്. മദ്യക്കുപ്പി ഉണ്ടാവും, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റ് അതുണ്ടാവും. ഈ അടുത്ത ദിവസം അവിടെ ഡെഡ് ബോഡി അടക്കം വന്നിട്ടുണ്ട്. എങ്ങനെ വന്നു, എന്താ കഥ ഒന്നും നമുക്കറിയില്ല. ഇപ്പോൾ പടിഞ്ഞാറച്ചിറ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ദേശാടന പക്ഷികളുടെ സാന്നിധ്യമാണ്. ആയിരക്കണക്കിന് പക്ഷികളാണ് കുളത്തിലുള്ളത്. ഇപ്പോൾ ഈ 30ഓളം കുട്ടികൾ ഈ ജലാശയത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. പാരമ്പര്യമായ രീതിയിലുള്ള ഒരു വേദപാഠശാല ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ 2 നേരത്തെ കുളിയും സന്ധ്യാവന്തനവും എല്ലാം ഈ ജലാശയത്തിനെ ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കിണറുകളും ഈ ജലാശയത്തിലെ വെള്ളത്തിന് കണക്റ്റഡ് ആണ്. പ്രധാനമായി ഈ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ തള്ളുന്ന മാലിന്യം, അതാണ് ഒരു പ്രധാന പ്രശ്നം. കാരണം ഈ മാലിന്യം അടിഞ്ഞ് ഈ വെള്ളം കേടുവന്ന് വേദപാഠശാലയിലെ കുട്ടികൾ ഇതിൽ കുളിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ്. പലർക്കും സ്കിൻ ഡിസീസ് ഉണ്ട്. തെരുവുവിളക്കുകൾ ഉണ്ടെങ്കിലും ചിലയിടങ്ങളിൽ കാടുമൂടി കിടക്കുന്നതിനാൽ ചിറയുടെ പല ഭാഗങ്ങളും രാത്രികാലങ്ങളിൽ ഇരുട്ടിലാണ്. രാത്രിയുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും ആരോപണമുണ്ട്. ഒരു ലൈറ്റും മര്യാദയ്ക്ക് കത്തുന്നില്ല. ഒരു മിന്നാമിൻ്റെ വെളിച്ചം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമായ കാരണം കാറുകൾ സ്റ്റോപ്പ് ചെയ്ത് ബൈക്കുകൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ലഹരി മരുന്നുകളുടെ വിപണനമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ പലതവണ പരാതികൾ ഇത് പല സ്ഥലത്തും കൊടുത്തു. പിന്നെ റോഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി, കുറേ റോഡ് ഹമ്പിട്ട പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പകുതി ഭാഗത്ത് കൺസ്ട്രക്ഷൻ നടന്നിട്ടില്ല. KNSSൻ്റെ മൂലയ്ക്ക് ഒരു 25 ദിവസം മുമ്പ് ഒരു ഡെഡ് ബോഡി പൊന്തിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു പയ്യൻ കുളത്തിലേക്ക് എത്തിച്ചു നോക്കിയപ്പോൾ കാണുകണ്ടായത്. അന്നപ്പോൾ 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് വന്നു. ഹൈമാസ് ലൈറ്റ് വരുന്നൊക്കെ പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ടില്ല. പല സ്ഥലത്തും കുളങ്ങളൊക്കെ സംരക്ഷിച്ച് ചുറ്റും നടവഴിയൊക്കെ ഇട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെയായാൽ. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ലഹരി മരുന്നുകാർ ഈ കുളത്തിന് ചുറ്റുമായിട്ടുള്ള മരങ്ങളുടെ മുകളിലും മറ്റും ഇരുന്നിട്ട് ആ കച്ചവടം നടത്തുന്നുണ്ട്. കുളം നന്നാക്കിയാലേ ഈ പ്രദേശത്ത് നന്നായുള്ളൂ. ഈ കുളത്തിൻ്റെ വെള്ളം കൊണ്ടാണ് ബാക്കി പ്രദേശങ്ങളിൽ കിണറുകളിലും കുളങ്ങളിലൊക്കെ വെള്ളം വരുന്നത്, നീർച്ചാലുകൊണ്ടാണ്. ലഹരി മാഫിയയും സാമൂഹ്യ വിരുദ്ധരും പടിഞ്ഞാറച്ചിറ പരിസരം കൈയടക്കിയതോടെ
പ്രദേശവാസികൾ ഭീതിയിലാണെന്ന് മാത്രമല്ല CCTV ക്യാമറകളും ഹൈമാക്സ് ലൈറ്റുകളും ഇവിടെ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്. തൃശൂർ നഗരമധ്യത്തിലെ പടിഞ്ഞാറച്ചിറയും പരിസരവുമാണ് ഇപ്പോൾ ലഹരി മാഫിയയുടെ താവളമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നടപടി വേണമെന്നും പടിഞ്ഞാറച്ചിറ നവീകരിക്കണം എന്നതുമാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ ഷിബി പോട്ടോരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCB ന്യൂസ്. മാനവരാശി നേരിടുന്ന മഹാവിപത്താണ് ലഹരി വസ്തുക്കളോടുള്ള പുതിയ തലമുറയുടെ അമിത താൽപര്യമെന്ന് സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി പറഞ്ഞു. കലയുടെ രംഗത്തും വളരെ അപകടകരമായ വിധം ലഹരിയുടെ സ്വാധീനം വർദ്ധിക്കുകയാണെന്നും ലഹരിക്കെതിരായ പ്രതിരോധം ഓരോ വീടുകളിൽ നിന്നും തുടങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യരാശി നേരിടുന്ന മഹാവിപത്താണ് ലഹരി വസ്തുക്കളോടുള്ള ഏറ്റവും പുതിയ തലമുറയുടെ അമിത താല്പര്യം. ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത്. ഒരു സംശയവും വേണ്ട. ഈ ലഹരി വസ്തുക്കൾ മുഴുവൻ ഏറ്റവും പുതിയൊരു തലമുറയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. അവരുടെ ആരോഗ്യത്തെ, അവരുടെ തലച്ചോറിനെ, അവരുടെ ഭാവിയെ എന്നേക്കുമായി നശിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭീകരനാണ് ലഹരി എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ലഹരിക്കെതിരായ പ്രതിരോധം ഓരോ വീടുകളിലും തുടങ്ങണം. അമ്മമാർ, മറ്റ് രക്ഷിതാക്കൾ എല്ലാവരും ചേർന്ന് ഓരോ വീടുകളിലും ഇതിനു വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനം നടത്തിയേ പറ്റൂ. കലയുടെ രംഗത്ത്, ജീവിതത്തിൻ്റെ മറ്റ് പല മണ്ഡലങ്ങളിലും ഏറ്റവും അപകടകരമായ വിധം ലഹരിയുടെ സ്വാധീനം വർദ്ധിക്കുകയാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ലഹരി എത്തിച്ചു കൊടുക്കുന്നതിനുള്ള പലതരം സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയാണ്. സ്കൂളുകളുടെയും കോളേജുകളുടെയും തൊട്ടടുത്ത് പോകുന്ന വഴിവെക്കിൽ എവിടെയും ഏറ്റവും പുതിയ കുരുന്നുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള പലതരം മാർഗങ്ങളും മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ലഹരി കച്ചവടക്കാർ ചുറ്റും കൂടുകയാണ്. മനുഷ്യരാശിക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ഈ വലിയ ഭീഷണിയെ നാം ചെറുത്തു തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ പോരാടണം എന്നിടത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലഹരിക്കെതിരായ യുദ്ധം മനുഷ്യരാശിക്കും അതിൻ്റെ നിലനിൽപ്പിനും വേണ്ടിയുള്ള യുദ്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. ഇന്നും പവന്റെ വില പുതിയ ഉയരം കുറിച്ചു. പവന് 320 രൂപ കൂടി 66,320 രൂപയായി. 8,290 രൂപയാണ് 1 ഗ്രാമിന്റെ വില. ഇതോടെ രണ്ടാഴ്ചക്കിടെ പവന്റെ വിലയിൽ 2,800 രൂപയാണ് കൂടിയത്. മാർച്ച് 3-ന് 63,520 രൂപയായിരുന്നു വില. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മരണ തിരുനാൾ ആചരണത്തിന് ആയിരങ്ങളെത്തി. ദിവ്യബലിക്ക് ഫാദർ ബിൽജു വാഴപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബെന്നി കിടങ്ങൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോൺ പുത്തൂർ സഹകാർമ്മികനായി. കുട്ടികൾക്ക് ആദ്യ ചോറൂണ്, അടിമയിരുത്തൽ, ലില്ലിപ്പൂവ് സമർപ്പണം, നേർച്ചകൂട്ട് എന്നിവ ഉണ്ടായി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ എന്നിവർ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തീർത്ഥകേന്ദ്രം പാരിഷ് ഹാളിൽ നടന്ന നേർച്ചകൂട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെയുള്ള തേര് എഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയ സന്നിധിയിൽ എത്തിച്ചേരും. മാനേജിംഗ് ട്രസ്റ്റി പിയൂസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ KJ വിൻസെന്റ്, OJ ഷാജൻ, വിൽസൺ നീലങ്കാവിൽ, കൺവീനർ ഡേവിസ് തെക്കേക്കര തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ പരിക്കേറ്റ നിലയിൽ തൊഴിലാളികൾക്ക് ലഭിച്ച കടൽപക്ഷി കരയിൽ അതിഥിയായി എത്തി. 35 നോട്ടിക്കൽ മൈൽ അകലെ വലയിടുകയായിരുന്ന വള്ളക്കാർക്കാണ് മാസ്റ്റ് ബൂബി എന്ന ഇനത്തിൽപ്പെട്ട പക്ഷിയെ ലഭിച്ചത്. പറക്കാൻ കഴിയാതായ പക്ഷിയെ തൊഴിലാളികൾ മടക്കയാത്രയിൽ കൂടെ കൂട്ടുകയായിരുന്നു. പക്ഷിയെ വനം വകുപ്പിന് കൈമാറാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ബ്ലൂ ഫേസ്ഡ് ബൂബി എന്നറിയപ്പെടുന്ന കടൽപക്ഷി ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലാണ് വ്യാപകമായി കാണപ്പെടുന്നത്. കടലിൽ മുങ്ങി മത്സ്യങ്ങളെ പിടിക്കുന്ന ഇവ ഉഷ്ണമേഖലാ ദ്വീപുകളിലാണ് കൂടുകൂട്ടുന്നത്. താന്യം മൃഗാശുപത്രിയിൽ 1 മാസക്കാലമായി ഡോക്ടറുടെ സേവനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൃഗാശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VK സുശീലൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ആന്റോ തൊറയൻ, രാമൻ നമ്പൂതിരി, കോൺഗ്രസ് നേതാക്കളായ KN വേണുഗോപാൽ, ലൂയിസ് താണിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു.
നെൽകൃഷി വികസനത്തിനും പുതുക്കുളങ്ങളുടെ നവീകരണത്തിനും വയോജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി മാള പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. നെൽകൃഷി വികസനത്തിന് 26.704 ലക്ഷം, പൊതുകുളങ്ങളുടെ സംരക്ഷണത്തിന് 1.35 കോടി, വയോജനക്ഷേമത്തിന് 18 ലക്ഷം രൂപയും വകയിരുത്തി. പൊതു കുടിവെള്ള വിതരണം 25.40 ലക്ഷം, ജലസംരക്ഷണം 75 ലക്ഷം, 42 കോടി 14,21,889 രൂപ വരവും 41 കോടി 38,30,30,832 രൂപ ചെലവും 75,91,057 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അവതരിപ്പിച്ചത്. പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷയായി. സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വർദ്ധിപ്പിച്ച തൊഴിൽ കരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ V ഗോപിനാഥ് അധ്യക്ഷനായി. അൻസിലൻ MLA, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലെനിൻ, മിൽട്ടൺ തലക്കോട്ടൂർ, EV ബൈജു, R രാധാകൃഷ്ണൻ, പങ്കജ് വല്ലി തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിൽ സമ്പൂർണ്ണ ശുചീകരണ യജ്ഞം തുടങ്ങി. 2 ദിവസത്തിനുള്ളിൽ പ്രധാന സെന്ററുകൾ, പൊതു ഇടങ്ങൾ എന്നിവ ശുചീകരിക്കാനാണ് തീരുമാനം. ചിറ്റാട്ടുകര കിഴക്കേത്തല, ഉല്ലാസ് നഗർ, പോൾ മാസ്റ്റർ പടി ജംഗ്ഷൻ, കാക്കശ്ശേരി, താമരപ്പള്ളി, പൂവത്തൂർ, കടവല്ലൂർ മഠംപടി ജംഗ്ഷൻ, വാഗ, മമ്മായി, പാറ സെന്റർ എന്നിവിടങ്ങളിലാണ് തെരുവോരങ്ങളിലുള്ള അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ലീന ശ്രീകുമാർ, PM അബു, ശ്രീബിത ഷാജി, ജീന അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും തളി നെഹ്റു സ്മാരക വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചെറുതുരുത്തിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഫിറ്റ്നസ് റണ്ണും നടത്തി. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ CP മധു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ K ഗീത അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി CK വിനോദ്, അനു രാജഗോപാൽ, V രശ്മി എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം തോട്ടുങ്ങൽ മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് KA സുലൈമാൻ ഹാജി അധ്യക്ഷനായി. മഹല്ല് ഖത്തീബ് അബ്ദുറഹിമാൻ അഷ്റഫി ആമുഖ പ്രഭാഷണം നടത്തി. മദ്രസ സെക്രട്ടറി KM നിഷാദ്, VM യൂസഫ്, PK ഹനീഫ ഹാജി, EB അബ്ദുൾ റസാഖ് ഹാജി, KS അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. ആണവോർജം സുസ്ഥിരമായ നാളേക്ക് എന്ന വിഷയത്തിൽ ദേശീയ ദ്വിദിന സെമിനാറിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നാളെ തുടക്കമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. കോളേജിലെ ഫിസിക്സ് വിഭാഗം, ഇന്ത്യൻ ന്യൂക്ലിയർ സൊസൈറ്റി, ആറ്റോമിക് എനർജി റിട്ടയറീസ് അസോസിയേഷൻ എന്നിവരുമായി ചേർന്നാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ആണവോർജ സാധ്യതകൾ ആരോഗ്യ മേഖലയിലെ ഗവേഷണങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച് ശാസ്ത്രജ്ഞൻ ഡോക്ടർ K ഭാസ്കരൻ പിള്ള രാവിലെ 10-ന് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. 20-ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ്, ബാർക്ക് റിട്ടയർഡ് ശാസ്ത്രജ്ഞൻ S കൃഷ്ണപ്രസാദ്, ഡോക്ടർ KK സുരേന്ദ്രനാഥൻ, ഡോക്ടർ A വേണുഗോപാൽ, ഡോക്ടർ പ്രവീൺ കുമാർ രാജ, ഡോക്ടർ TR ഗോവിന്ദൻകുട്ടി, ഡോക്ടർ R വിഷ്ണു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റത്തൂർ കടമ്പോട് പുളിന്തറ ബണ്ട് റോഡിന്റെ കരിങ്കൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് അപകട ഭീഷണിയായി. കിഴക്കേ കോടാലി കടമ്പോട് സ്കൂൾ റോഡിനെയും കോടാലി മോനോടി റോഡിനെയും ബന്ധിപ്പിക്കുന്നതാണ് കോൺക്രീറ്റ് ചെയ്ത പുളിന്തറ ബണ്ട് റോഡ്. സമീപത്തെ തോട്ടിലേക്കാണ് കരിങ്കൽ കെട്ട് ഇടിഞ്ഞിട്ടുള്ളത്. മഴക്കാലത്ത് തോട്ടിൽ ശക്തമായ ഒഴുക്കുണ്ടാകുമ്പോൾ റോഡ് ഇനിയും ഇടിയുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. എത്രയും വേഗം സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ച് റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സൗത്ത് ഇന്ത്യയിലെ മഹാമണ്ഡലേശ്വർ ആയി അവരോധിക്കപ്പെട്ട ശേഷം കഴിഞ്ഞ ദിവസം കാശിയിൽ നിന്ന് തൃശൂരിൽ എത്തിയ സ്വാമി ആനന്ദവനം ഭാരതി പാറമേക്കാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി. സ്വാമിയുടെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ദേവസ്വം ഭാരവാഹികളുമായി കൂടിക്കാഴ്ചയും തുടർന്ന് അഗ്രശാലയിൽ നമസ്കാരവും നടന്നു. നിരവധി ഭക്തർ നമസ്കാരത്തിൽ പങ്കെടുത്തു. ഇന്ന് വൈകിട്ട് കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ സ്വാമിക്ക് സ്വീകരണം നൽകും.
പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. പന്തൽ വൈദികൻ, ജാതവേദൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രി KPC കൃഷ്ണൻ ഭട്ടത്തിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. അരിയളക്കൽ, മുളയിടൽ, പാട്ടുകൂറയിടൽ, വിശേഷൽ പരിപാടികൾ, തിരുവാതിരക്കളി എന്നിവ നടന്നു. ഇന്ന് രാവിലെ കാഴ്ചശീവേലിയും തുടർന്ന് പ്രസാദ കഞ്ഞി വിതരണവും നടന്നു. തിങ്കളാഴ്ച പഞ്ചവാദ്യം, മേളം എന്നിവയുടെ പള്ളിവേട്ട നടക്കും. 25-ന് നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും. CPM വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ EMS ചരമവാർഷിക ദിനം ആചരിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KA ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പാടൂർ സെന്ററിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ KV മനോഹരൻ, PV അലി, KA സതീഷ്, PT സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. EMSന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. ചിറ്റാറ്റുകരയിൽ നടന്ന ചരമവാർഷിക ദിനാചരണം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CF രാജൻ, AC രമേശ്, കൃഷ്ണൻ തുപ്പത്ത്, PR ബിനേഷ്, PK രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. പോർഫ ജില്ലാ കമ്മിറ്റിയുടെയും മണലൂർ സഹകരണ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വൃക്ക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസ് രോഗികൾക്കായി ഡയലൈസറും ട്യൂബും ഇഞ്ചക്ഷനുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ആശുപത്രി പ്രസിഡന്റ് AV ശ്രീവത്സൻ അധ്യക്ഷനായി. പോർഫ ജില്ലാ സെക്രട്ടറി സുരേഷ് വെങ്കിടങ്ങ്, അഡ്വക്കേറ്റ് AD ബെന്നി, അഡ്വക്കേറ്റ് KG രഘുനാഥ്, വിൻസെന്റ് അരിമ്പൂർ, ആശുപത്രി ഡയറക്ടർ PA രമേശൻ, ഡോക്ടർ ബേസിൽ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുക്കര പഞ്ചായത്തിൽ കേരള സർക്കാർ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വഴി നടപ്പിലാക്കി വരുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ PB സുമ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബദർ ദിനത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മഹല്ല് കമ്മിറ്റിയുടെ ലഹരി വിമുക്ത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ക്യാമ്പയിൻ മഹല്ല് ഖത്തീബ് അത്തിഗുർമാൻ ബാഗവി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് അബ്ബാസ് കാരങ്ങൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ് കുമാർ ക്ലാസ് എടുത്തു. വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ CP മധു, ത്വാഹ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് മൊഹ്സിൻ ഹാഷിമി എന്നിവർ സംസാരിച്ചു. ഈ ഭൂമിയിൽ ഈ ലഹരിക്കെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയ വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. ഈ ലഹരിക്കെതിരെ നമ്മുടെ രാജ്യത്ത് ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ സ്ഥിരം ആക്രമണകാരിയായ തെരുവുനായ വാഹനമിടിച്ച് ചത്തു. ഒരു വർഷത്തിനിടയിൽ 15ഓളം പേരാണ് ഈ നായയുടെ ആക്രമണത്തിനിരയായിട്ടുള്ളത്. പരിസരത്തെ ഓട്ടോ ഡ്രൈവർമാരോടും വ്യാപാരികളോടും നായ ശാന്ത സ്വഭാവമാണ് കാണിച്ചിരുന്നതെങ്കിലും പുറമേ നിന്നുള്ളവരെ ആക്രമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ബൈക്കിലെത്തിയ ചാവക്കാട് സ്വദേശി ഉണ്ണിക്ക് നായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് കാറിടിച്ച് നായ ചത്തത്. പടിഞ്ഞാറേ നട സെന്ററിൽ റോഡിൽ കിടന്നുറങ്ങുകയായിരുന്ന നായയുടെ ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങുകയായിരുന്നു. നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരെത്തി നായയെ സംസ്കരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,290 രൂപ, പവന് 66,320 രൂപ, വെള്ളി ഗ്രാമിന് 112 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,479 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇറിഡിയം തട്ടിപ്പിൽ പോലീസിൽ കൂടുതൽ പരാതിക്കാർ രംഗത്ത്. ഇറിഡിയം ബിസിനസിൽ 1 കോടി വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പൂമംഗലം സ്വദേശിനി പരാതി നൽകി. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ മുങ്ങി മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് ധനസഹായം നൽകും. 2 ലക്ഷം രൂപ വീതം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പുതുക്കാട് മണ്ഡലത്തിലെ വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനായി വനം വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. 3 കോടി രൂപ പ്രപ്പോസൽ അടിയന്തരമായി സമർപ്പിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് മന്ത്രിയുടെ നിർദ്ദേശം.
കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി അൽസാറ നിവാസിൽ ഡോക്ടർ പീറ്ററാണ് മരിച്ചത്. കുണ്ടന്നൂർ പള്ളിക്ക് സമീപം ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. ഗുരുവായൂരപ്പന് ഇന്ന് രുദ്രതീർത്ഥക്കരയിൽ ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി. ബഹിരാകാശ യാത്രികരായ ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കമുള്ള 4 സംഘം ഭൂമിയിൽ തിരിച്ചെത്തി. 9 മാസത്തിന് ശേഷമാണ് സുനിതയും ബുച്ചും ഭൂമിയിലെത്തുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.